Hi everyone, welcome back to Disha Central Government Exam Updates. നമുക്ക് റീസെന്റ് ആയിട്ട് ബാങ്ക് ഓഫ് ബറോഡയുടെ ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം. അതായത് ബാങ്ക് ഓഫ് ബറോഡയുടെ റീസെന്റ് ആയിട്ട് വന്ന ഒരു 2000 ചില്ലറോളം വേക്കൻസികൾ വരുന്ന ഒരു റിക്രൂട്ട്മെന്റ് റീസെന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ മൊത്തം, അതായത് ഫ്രം നോർത്ത് ടു സൗത്ത്, അതുപോലെ തന്നെ ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്, മൊത്തമായിട്ട് ഇന്ത്യയിലേക്ക് മൊത്തം വന്ന റിക്രൂട്ട്മെന്റ് ആയിരുന്നു ഈ ലോക്കൽ ബാങ്ക് ഓഫീസർ അഥവാ LBO എന്ന് പറയുന്നത്. ഇതിനകത്ത് കേരളത്തിലെ വേക്കൻസികളെ പറ്റി പലരും എന്തല്ല ബോധമല്ല, അല്ലെങ്കിൽ കേരളത്തിൽ എത്ര വേക്കൻസികളുണ്ട് എന്നതിനെ കൃത്യമായിട്ട് ആർക്കും ഒരു ധാരണ കിട്ടിയില്ല. ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ ഫുൾ ആയിട്ട് വായിച്ചു നോക്കാനുള്ള മടിയോടോ അങ്ങനെ പലതുമായിരിക്കാം. റീസെന്റ് ഈ പറയുന്ന LBO എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ വിളിച്ചത് 49 പോസ്റ്റുകൾ അഥവാ 49 വേക്കൻസികളാണ് കേരളത്തിൽ കറന്റ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ബാങ്ക് ഓഫ് ബറോഡയുടെ LBO നോട്ടിഫിക്കേഷനെ പറ്റിയാണ് പറയുന്നത്. കേരളത്തിൽ വിളിച്ച എത്ര നോട്ടിഫിക്കേഷൻ ആയിരുന്നു? 49 നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു. ഓക്കെ, ഫർദർ ഡീറ്റെയിൽസിലേക്ക് പോവാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ മൊത്തം വിളിച്ചിട്ടുള്ള വേക്കൻസികളായിരുന്നു 2482 പോസ്റ്റുകളിലേക്കാണ് മൊത്തം ഇന്ത്യയിൽ മൊത്തം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് കേരളത്തിലെ വേക്കൻസികളാണ് നേരത്തെ ഞാൻ പറഞ്ഞത് എത്രയായിരുന്നു? 49. ഓക്കെ, ഇനി ഇതിന്റെ ഓപ്പണിംഗ് ഡേറ്റ് ഓൾറെഡി ഇതിന്റെ അപ്ലിക്കേഷൻസ് എല്ലാം അവർ ഇൻവൈറ്റ് ചെയ്ത് കഴിയുന്നതുകൊണ്ട് തന്നെ 18 ഓഗസ്റ്റ് ആയിരുന്നു ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത്. ഇതിന്റെ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് അവർ സ്റ്റോപ്പ് ചെയ്യുന്നത് സെപ്റ്റംബർ 7 കൂടിയായിരിക്കും. അതായത് ഓണമൊക്കെ കഴിഞ്ഞ് പിന്നെയും ഒരു 1 വീക്ക് കൂടെ നിങ്ങൾക്ക് അതിനകത്ത് സമയം കിട്ടും. സോ EW സർട്ടിഫിക്കറ്റ് കിട്ടാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും SC ST അല്ലെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് മേടിച്ച് വെച്ചേക്കാം. ക്ലിയർ? സോ 2482 പോസ്റ്റുകളാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പം LPT ക്ലിയർ ചെയ്യാൻ താല്പര്യമുള്ള, LPT ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നോക്കി പോകാം. ഓക്കെ, അതർവൈസ് കേരളത്തിൽ മലയാളം മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് 49 വേക്കൻസികളിലേക്കാണ്, അതിനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഒരു കാറ്റഗറി വൈസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാവും. ജനറൽ കാറ്റഗറിക്ക് മൊത്തം 16 വേക്കൻസികളാണ് ഇതിനകത്ത് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി OBCയുടെ നോക്കുകയാണെങ്കിൽ 11 വേക്കൻസി ഉണ്ട്. SCയുടെ നോക്കുകയാണെങ്കിൽ 6 പുതിയ വേക്കൻസികളും അതുപോലെ തന്നെ 6 ബാക്ക്ലോഗ് അഥവാ കഴിഞ്ഞ വർഷത്തെ റിക്രൂട്ട്മെന്റിൽ ഈ കഴിഞ്ഞ തവണ വിളിച്ച റിക്രൂട്ട്മെന്റിൽ ഫിൽ ആവാതെ പോയ റിക്രൂട്ട്മെന്റ് ആണ് ബാക്കിയാണോ, അങ്ങനെ മൊത്തം 12 വേക്കൻസികൾ SCയിൽ നിന്നും. STയിൽ നിന്ന് 6 വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. EWSൽ നിന്നും മൊത്തം 4 വേക്കൻസികൾ. ഇങ്ങനെ മൊത്തം 49 സീറ്റുകളാണ് കേരളത്തിൽ നിന്നും കറന്റ് വിളിച്ചിട്ടുള്ളത്, കറന്റ് ഓപ്പൺ അപ്പ് ആയിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. ഇനി ഇതിന്റെ മിനിമം അഥവാ മാക്സിമം ഏജ് ലിമിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 വയസ്സാണ്. ഓക്കെ, 21 വയസ്സായ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായിട്ടും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ് പറയുന്നത്. മറ്റേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല. മിനിമം 21 വയസ്സും മാക്സിമം 30 വയസ്സുമുള്ള ആൾക്കാർക്ക് വരെ എന്താണ് ഈ പറയുന്ന എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ OBC കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വരെ 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നുണ്ടോ, അത് 33 വയസ്സ് വരെ എഴുതാൻ വേണ്ടി പറ്റും. ഇനി SC ST വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ ഏകദേശം 5 വർഷം വരെ, അതായത് 35 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന എക്സാം എഴുതാൻ പറ്റും. ഇനി നിങ്ങൾ PWD കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ആ PWD എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ 10 to 15 ഇയേഴ്സ്, 10 മുതൽ 15 വർഷം വരെ വീണ്ടും എന്ത് കിട്ടും? എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഏജ് ലിമിറ്റിന്റെ കാര്യം പറയുന്നത്. ഓക്കെ, ഇനി ഈ ഏജ് ലിമിറ്റിന് പുറമെ ബാങ്കിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ഒരു ബാങ്കിങ് എക്സ്പീരിയൻസ് കൂടെ എന്ത് ചെയ്യുന്നത് അത് ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് ബാങ്കിങ് എക്സ്പീരിയൻസ് കൂടെ ചോദിക്കുന്നത് മിനിമം 1 വർഷം എന്ത് വേണം? ഒരു ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്കിൽ ഓഫീസർ എന്ന് പറയുന്ന പദവിയിൽ എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിനകത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്കിലെ ഓഫീസറായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകണം? നിങ്ങളവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. മിനിമം 1 ഇയർ ആണ്. ഇനി അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നി, ഞാൻ ക്ലർക്ക് ആയിരുന്നു, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ക്ലർക്ക് എന്ന് പറയുന്നത് ക്ലറിക്കൽ എക്സ്പീരിയൻസ് എന്നല്ല ഇവിടെ എലിജിബിലിറ്റി ആയിട്ട് ഇവിടെ കണക്കാക്കുന്നില്ല. ഓക്കെ, ഈ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എടുക്കുന്നതിനകത്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ്, ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കേരളത്തിലെ വേക്കൻസികൾ പറയുന്നത് കൊണ്ട് തന്നെ മലയാളം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷ എന്താണ്? മലയാളം ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ LPT ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് അല്ലെ, അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റീഡിങ്, അതായത് വായിക്കാനും എഴുതാനും സംസാരിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും വേണ്ടി പറ്റണം. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അഡീഷണൽ സർട്ടിഫിക്കറ്റ്, ജസ്റ്റ് ആ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. NISM സീരീസ്, മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, അതുപോലെ തന്നെ PMS ഡെറിവേറ്റീവ്സ്.
ഓക്കെ, ഈ പറയുന്ന ഏതെങ്കിലും സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊരു എന്താണ് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ്, നിങ്ങൾക്ക് ഡിസേബിൾ ആണ്, അത് നിർബന്ധമുള്ള ക്വാളിഫിക്കേഷൻ അല്ല, പക്ഷെ അതുണ്ടെങ്കിൽ മുൻഗണനയുണ്ട്. ഡിസേബിൾ ആണെന്ന് പറഞ്ഞാൽ മുൻഗണന ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഈ ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് അതിനകത്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്കിവിടെ പേ സ്കെയിൽ, ഇൻ കേസ് നിങ്ങൾ റിക്രൂട്ടർ ആയാൽ അല്ലെങ്കിൽ നിങ്ങളെ അവരെ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇതിനകത്ത് പേ സ്കെയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് 48,480 രൂപ തൊട്ട് 85,920. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ 50,000-നും 90,000-നും ഇടയ്ക്കുള്ള ഒരു പേയ്മെന്റ് ആണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, ഒരു പേ സ്കെയിൽ ആയിട്ട് ഇവർ പറയുന്നത്. കാഡർ 1 ഓഫീസർ, ഗ്രേഡ് 1 ഓഫീസർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പേ സ്കെയിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. ഇത് കൂടാതെ അലവൻസ് അഥവാ പറക്കൾ, DA, TA, HRI, CCA, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും അലവൻസുകൾ, ബാങ്ക് റൂൾ അനുസരിച്ചുള്ള മറ്റെല്ലാ അലവൻസുകളും ഇതിനകത്ത് എന്തുണ്ട്, ബെനിഫിഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇത് കൂടാതെ എന്തുകൂടിയുണ്ട്, ഒരു 12 മാസത്തെ പ്രൊബേഷൻ പീരീഡും കൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, സർവീസ് ബോണ്ട് ചോദിക്കുന്നുണ്ട് 3 വർഷത്തെ, അതായത് 2 ലക്ഷം വരെ വരുന്ന 3 വർഷത്തെ ഒരു സർവീസ് ബോണ്ട് കൂടി അവർ ചോദിക്കുന്നുണ്ട്. അത് കൂടാതെ 12 മാസത്തെ ഒരു പ്രൊബേഷൻ പീരീഡ് കൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ സെലക്ഷൻ പ്രോസസ്സിലേക്ക് കടക്കാൻ സമയത്ത് നമുക്ക് എക്സാമുകൾ ഏതൊക്കെ സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകണം. എല്ലാ ബാങ്ക് എക്സാംസിനും പോലെ തന്നെ ഉണ്ടാകുന്ന ടെസ്റ്റുകൾ അതിനുള്ളത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, നമുക്ക് ഈ ഓൺലൈൻ ടെസ്റ്റ്, LPT, സൈക്കോമെട്രി ഈ ലെവലിലാണ് നമ്മുടെ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് 120 ക്വസ്റ്റ്യൻസ്, 120 ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ 120 മിനിറ്റ് ആണ്. അതുപോലെ തന്നെ എന്തുമാണ്, 120 മാർക്കുമാണ്. ഓക്കെ, ഈ ലെവലിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, മലയാളം ലാംഗ്വേജിന്റെ പ്രൊഫഷ്യൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് LPT ടെസ്റ്റ് അഥവാ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം സൈക്കോമെട്രി ടെസ്റ്റ്, അതിനുശേഷം പേഴ്സണൽ ഇന്റർവ്യൂ. 60% മിനിമം ക്വാളിഫൈങ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കരസ്ഥമാക്കി ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ് അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി റിട്ടേൺ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്, പലർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്. റിട്ടേൺ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്, ബാങ്കിങ് നോളജിനകത്ത് നിന്ന് 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്ക്, 30 മിനിറ്റ്. ഓക്കെ, ജനറൽ അഥവാ ഇക്കണോമിക് അവയർനെസ് വീണ്ടും അതുപോലെ തന്നെ 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്ക്, 30 മിനിറ്റ്. റീസണിംഗ് ആൻഡ് QA മാക്സിമം അതുപോലെ ലോജിക്കൽ റീസണിംഗ് അല്ലെങ്കിൽ റീസണിംഗ് സെഷൻ കംപ്ലീറ്റ്. ബാങ്കിന് ചോദിക്കുന്ന റീസണിംഗ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ദിശ അക്കാഡമിയുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റീസണിംഗ് ആൻഡ് QA എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനകത്ത് വീണ്ടും എന്താണ് 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്ക്, 30 മിനിറ്റ്. ഓക്കെ, ഇംഗ്ലീഷിൽ എന്താണ് ക്വാളിഫൈങ് ആണ്, അതായത് ഫിക്സ്ഡ് ഒരു മാർക്ക് ഉണ്ടായിരിക്കും. ആ മാർക്ക് കടക്കണം എന്നേ ഉള്ളൂ. കട്ട് ഓഫ് എന്ത് ചെയ്യില്ല, ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ത് ചെയ്യത്തില്ല, ഈ പറയുന്ന കട്ട് ഓഫിനെ ഒരിക്കലും ബാധിക്കുന്നില്ല. അത് ക്വാളിഫൈങ് സ്റ്റേജിലുള്ള ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്ക്, 30 മിനിറ്റ്. ഇങ്ങനെ മൊത്തം 120 ക്വസ്റ്റ്യൻസും 120 മാർക്കും അതുപോലെ തന്നെ എന്തുമാണ് 120 മിനിറ്റുമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയാണ് ടയർ 1 എക്സാം പോകുന്നത്. ഓൺലൈൻ റിട്ടേൺ എക്സാം സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇത് കൂടാതെ നിങ്ങൾക്കൊരു 1/4 അഥവാ 0.25 എന്തുണ്ട്, ഒരു 0.25 എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു നെഗറ്റീവ് മാർക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ഒരു ഉത്തരം തെറ്റിച്ചു കഴിഞ്ഞാത്ത കാര്യമാണ് പറയുന്നത്. ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, 1/4 മാർക്ക് ഡിഡക്റ്റ് ആവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത് കൂടാതെ നേരത്തെ പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻസീവ് ആയിട്ടുള്ള സ്ലൈഡിനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ബാങ്കിങ് നോളജും ജനറൽ എക്കണോമിക് അവയർനെസ്സും റീസണിംഗ് QA അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ്. അതിന് ചെറിയൊരു വെയിറ്റേജ് പോലെയാണ് അതിനോട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഇംഗ്ലീഷിന്റെ കാര്യം നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചു വെച്ചിട്ട് ഇത് ക്വാളിഫൈങ് ലെവലാണ്. ഗ്രാമർ, കോംപ്രഹെൻഷൻ, വൊക്കാബുലറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഇതൊരു ക്വാളിഫൈങ് ലെവൽ മാത്രമാണുള്ളത്. എന്തില്ല, പ്രത്യേകിച്ച് ഇതിന് കൃത്യമായിട്ടൊരു വെയിറ്റേജ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഫീ, ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴായിരുന്നു, ഓഗസ്റ്റ് 18-നാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ 7-ാം തീയതിയാണ് ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, CBT എക്സാം അല്ലെങ്കിൽ ഓൺലൈൻ എക്സാം ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. മിക്കവാറും ഒക്ടോബർ, നവംബർ സമയത്തായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ആപ്ലിക്കേഷൻ ഫീന്റെ കാര്യം പറയുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 850 രൂപയും അതിന്റെ കൂടെയുള്ള GST എമൗണ്ടും കൂടാണ് എന്തിന് വരുന്നത്, നമുക്ക് ജനറൽ അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ EWS കാറ്റഗറിക്ക് വരുന്നത്.
ഓക്കെ. ഇനി SC/ST PWD വിമൻ ആണെന്നുണ്ടെങ്കിൽ, സ്ത്രീകളാണ് അല്ലെങ്കിൽ SC/ST കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്, PWD കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ 175 രൂപയും GST മാത്രമാണ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്ലിക്കേഷൻ ഫീന്റെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഈ 850 റുപ്പീസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് എങ്കിൽ അവർ മറ്റ് കാറ്റഗറിയിൽ എക്സംഷനുള്ള കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈമിലാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. എന്ത് ചെയ്യാം, ശ്രദ്ധിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് എന്താണ്, സ്വാഭാവികമായിട്ടും ഓൺലൈനാണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറി നോക്കുക, കരിയേഴ്സ് എന്ന് പറയുന്ന പോർട്ടലിൽ പോവുക, കറണ്ട് ഓപ്പർച്യൂണിറ്റീസ് എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി, നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതി എങ്ങനെയാണ് അത് എന്ത് ചെയ്യാം, നമ്മളുടെ ഗ്രൂപ്പ് നമ്മുടെ ചാനലിനകത്ത് തന്നെ എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, bankofbaroda.in എന്ന് പറയുന്ന ഈ ഒരു ഒഫീഷ്യൽ പോർട്ടലിൽ കയറുക, അതിനകത്ത് കരിയേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന പോർട്ടലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതിന്റെ മറ്റു കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക, പോസ്റ്റൽ ഡീറ്റെയിൽസും എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫില്ല് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, പിന്നെ കേരളമാണ് സ്റ്റേറ്റ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം. LPT എന്നുള്ള സംഭവത്തിൽ നമുക്ക് എക്സംഷൻസ് ഉണ്ടെങ്കിൽ +1 +2 നിങ്ങൾ ഈ അല്ലെങ്കിൽ 10th +2 നിങ്ങൾ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ എക്സംഷൻ ഉള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം സ്റ്റേറ്റ് ആണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഫോട്ടോ, സിഗ്നേച്ചർ, വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം ആപ്ലിക്കേഷൻ ഫോമിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് കൂടാതെ നിങ്ങൾ ഫീ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഈ ഒരു സംഭവം വെച്ചിട്ട് നിങ്ങൾ മാക്സിമം പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ അക്ഷയ പോലത്തെ സെന്ററുകളിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഓൺലൈൻ പ്രിന്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക എടുത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ കറന്റ്ലി ബാങ്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ വലിയൊരു ഗ്രേറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. 49 വേക്കൻസികളാണ് നേരത്തെ പറഞ്ഞത്, ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്, 49 വേക്കൻസികളാണ് കേരളത്തിൽ കറന്റ്ലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ പറ്റുന്നവർ അത്രയും അപ്ലൈ ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യാം. താങ്ക് യു.